എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ്. ഇത് ക്രിപ്റ്റോയിലോ സ്റ്റോക്കിലോ ഇൻഡെക്സിലായ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാനായിട്ട് നിങ്ങൾ മുഴുവൻ വീഡിയോയും കാണുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്കും ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിഫ്റ്റി 50യിലുള്ള 5 ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നമ്മൾ 2 ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു നിഫ്റ്റി 50യിലോ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലോ ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇതിനായിട്ട് ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് നമുക്ക് ലിനിയർ റെഗ്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക LIN എന്നടിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ കിട്ടേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ലിനിയർ റെഗ്രേഷൻ ചാനലുണ്ട്, അതല്ല നമുക്ക് അവിടെ ഒരു 5ാമതായിട്ട് കിടക്കുന്നത് കാണാം ലിനിയർ റെഗ്രേഷൻ ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് നേരെ നമുക്ക് ചാർട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മളിപ്പോൾ ചാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കാണാം നിഫ്റ്റി 50ൻ്റെ ക്യാൻഡിലും അതുപോലെ ഈ ഒരു ലിനിയർ റെഗ്രേഷൻ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ക്യാൻഡിലും തമ്മിൽ അവിടെ വളരെയധികം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ക്ലിയർ ചെയ്യുക. പിന്നെ അതിലൊരു സിഗ്നൽ ലൈന് പോകുന്നുണ്ട്, ഒരു മൂവിങ് ആവറേജ് പോലെ ഒരു സിഗ്നൽ ലൈനും ഇതിന് പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലൊക്കെ ചെറിയൊരു ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് അടുത്തൊരു ഇൻഡിക്കേറ്റേഴ്സും കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. UTB എന്ന് അടിക്കുമ്പോൾ തന്നെ ഫസ്റ്റിൽ കാണുന്ന UT ബോട്ട് അലേർട്ട് എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ് നമുക്കിനി ആഡ് ചെയ്യാനായിട്ടുള്ളത്. ഇത് നമുക്ക് നേരെ ചാർട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ സെല്ല് ബൈ എന്ന് പറയുന്ന ഒരുപാട് സിഗ്നൽസ് അവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ലിനിയർ റെഗ്രേഷൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ ഇൻപുട്ടിൽ പോയിട്ട് സിഗ്നൽ സ്മൂത്തിങ് കാണാം. അവിടെ 11 മാറ്റിക്കൊണ്ട് 7 ആക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സിഗ്നൽസ് ലൈന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് തിക്നെസ് കൂട്ടി കൊടുക്കാം. അതിനായിട്ട് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് സ്റ്റൈലിൽ പോയിട്ട് അവിടെ പ്ലോട്ട് എന്ന് പറയുന്ന ഒരു കോളം കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ തിക്നെസ്സും കളറൊക്കെ മാറ്റി കൊടുക്കാം. ഇപ്പോൾ വൈറ്റിൽ തന്നെ കിടന്നോട്ടെ. ഇപ്പോൾ അത്യാവശ്യം തിക്നെസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് UT ബോട്ട് അലേർട്ടിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റൈലിലോ അത് ഇൻപുട്ടിൽ പോവാം. ഓക്കെ, അവിടെ നമുക്ക് കീ വാല്യൂ എന്ന് പറയുന്ന നമ്പർ 1 കാണിക്കുന്നത്. അത് നമുക്ക് മാറ്റിക്കൊണ്ട് അവിടെ 2 എന്ന് പറയുന്ന ഒരു നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കവിടെ 2 കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് താഴെ ഒരു കോളം കാണാം ATR പീരീഡ് എന്ന് പറയുന്ന അത് 10. അത് മാറ്റിക്കൊണ്ട് അവിടെ 1 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇൻഡിക്കേറ്ററൊക്കെ ആഡ് ചെയ്ത് സെറ്റിങ്സൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇത്തരത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ നോയ്സ് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഈ 2 ക്യാൻഡിലും ഇങ്ങനെ മാറി മാറി കളിക്കുന്നുണ്ട്. അത് നമുക്ക് ആകെ മിക്സായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അതിനായിട്ട് നമുക്ക് നിഫ്റ്റീൻ്റെ ക്യാൻഡിൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോയ്സ് ഒന്നുമില്ല. ഇപ്പോൾ ലിനിയർ റെഗ്രേഷൻ എന്ന് പറയുന്ന ക്യാൻഡിൽ സ്റ്റിക്കാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതുകൂടാണ്ട് ആ ലൈന് പോയിട്ടുള്ളത് അതിൻ്റെ സിഗ്നൽ ലൈനാണ്. അത് കൂടാണ്ട് അടുത്തൊരു ഇൻഡിക്കേറ്റർ നമുക്ക് UT ബോട്ട് അലേർട്ട് എന്ന് പറയുന്ന ബൈ സെൽ സിഗ്നൽസ് തരുന്ന ഒരു ഇൻഡിക്കേറ്ററും കൂടിയാണ് ഇപ്പോൾ ചാർട്ടിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിൽ വെച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ ആദ്യം കാണാനായിട്ട് കഴിയും ബൈ സിഗ്നൽ തന്നതിന് ശേഷം ക്യാൻഡിൽ സ്റ്റിക്ക് അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്നത് കാണാം അല്ലേ. ആ ലൈനിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു എൻട്രി വരുന്നത്. ഇവിടെ നമുക്ക് എൻട്രി വരുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഞാൻ ലൈൻ അവിടെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു എൻട്രി എടുക്കാം. താഴെയായിട്ട് സ്വിങ് ലോ, അവിടെ ലോ ഉള്ള ആ ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് മസ്റ്റാണ്. എത്ര വലിയ സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണെങ്കിലും സ്റ്റോപ്പ് ലോസ് മസ്റ്റാണ്. നിയറസ്റ്റ് ആയിട്ടുള്ള സ്വിങ് ഹൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 1:5 4 ഒക്കെ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. നേരെ പോയി ഓടിപ്പോയിട്ട് ഓപ്ഷൻ ബൈയിങ്ങിലൊക്കെ പോയിട്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ വളരെയധികം നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്.
നേരത്തെ നമ്മൾ ബൈ ആണ് നോക്കിയത്. ഇനിയൊരു സെല്ല് ഓപ്പർച്യൂണിറ്റി നോക്കാം. അതിനായിട്ട് കണ്ടോ, നിങ്ങൾക്ക് അവിടെ ബൈ സിഗ്നൽ കാണിക്കുന്നുണ്ട്, സെൽ സിഗ്നൽ കാണിക്കുന്നുണ്ട്. ക്യാൻഡിൽ സ്റ്റിക്ക് അതിൻ്റെ ലൈനിൻ്റെ താഴെയായിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നോക്കാം. ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ക്ലോസ് ചെയ്യുമ്പോൾ, ആ ഒരു സിഗ്നൽ ലൈനെ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. ഒരു സെല്ല് ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ നമുക്ക് വന്നിട്ടുള്ളത്. അതിനായിട്ട് അവിടെ ഇൻഡിക്കേറ്ററിൽ നമുക്ക് അവിടെ ഒരു സെല്ല് ഓപ്പർച്യൂണിറ്റി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ സെല്ല് ഓർഡർ എടുക്കാം. മുകളിലായിട്ട് നിങ്ങൾക്കൊരു സ്വിംഗ് ഹൈ കാണാനായിട്ട് കഴിയും. മസ്റ്റായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. നിയറസ്റ്റ് ആയിട്ടുള്ള സ്വിംഗ് ലോകൾ ഒരുപാട് താഴെയുണ്ട്, പക്ഷേ ഈ ഒരു പ്രൈസ് അങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ നമുക്ക് മാന്യമായ ഒരു റിട്ടേൺ അവിടെ തന്നിട്ടുണ്ട്. അത്യാവശ്യം പ്രൈസ് താഴെ പോയിട്ടുണ്ട്. 1:3 or 4 ഒക്കെ നിങ്ങൾക്ക് അവിടെ ബുക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്കിത് എത്രത്തോളം ഇത് ആദ്യം നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏതൊരു സ്ട്രാറ്റജി ആര് പറഞ്ഞിട്ടായാലും നമ്മളത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ റിയൽ മണി വെച്ചിട്ട് ഒരിക്കലും നിങ്ങളത് ടെസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നല്ല നല്ല ആപ്പുകൾ, ഫ്രണ്ട് പേജ് അതുപോലുള്ള ഒരുപാട് ആപ്പുകൾ കിട്ടും. അതിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു 2 മാസമൊക്കെ നിങ്ങളത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 1 മന്തെങ്കിലും അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്കതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങളത് റിയൽ മണി വെച്ച് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമുക്ക് നമുക്ക് നോക്കി നോക്കാം. ഇവിടെയൊക്കെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഇത് തരുന്നുണ്ട് അല്ലേ. ഇവിടെ സെല്ല് സിഗ്നൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം സിഗ്നൽ ലൈനിൻ്റെ താഴെ ക്ലോസ് ചെയ്യുന്നു. അതുപോലെ ബൈ സിഗ്നൽ കാണിക്കുന്നു. സിഗ്നൽ ലൈനിൻ്റെ മേലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നു. നമ്മൾ എൻട്രി എടുക്കുന്നു. ചില സമയത്ത് ഇത് സ്റ്റോപ്പ് ലോസ് അടിക്കും അല്ലേ. ഏതൊരു ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും അതിന് 100%, 80% പറയാൻ പറ്റില്ല അല്ലേ. ഒരു 60%, ഒരു 70% ഒക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ടൈമിലൊക്കെ ഇത് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതയും വളരെ അധികം തന്നെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമുക്ക് ഈ ഒരു എൻട്രി കാണിച്ചു, ഇപ്പോൾ ഇവിടെ ഒരു ബൈ കാണിച്ചു, ബൈ സിഗ്നൽ കാണിച്ചു, നമ്മൾ എൻട്രി എടുത്തു. അടുത്തതായി കുറച്ച് പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു സെല്ല് സിഗ്നൽ കാണിക്കുകയാണെങ്കിൽ നമുക്കവിടെ എക്സിറ്റ് ആവാം അല്ലേ. നമ്മൾ ബൈ സിഗ്നൽ കാണിച്ചു, അവിടെ നിന്ന് ഒരു 5-6 ക്യാൻഡിൽ സ്റ്റിക്ക് വന്നു. ഒരു 10-15 മിനിറ്റിന് ശേഷം, ഒരു ക്യാൻഡിൽ സ്റ്റിക്കിന് ശേഷം ഒരു സെല്ല് ഓപ്പർച്യൂണിറ്റി അവിടെ കാണിക്കുകയാണെങ്കിൽ ചെറിയ പ്രോഫിറ്റോ അല്ലെങ്കിൽ കോസ്റ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡിൽ നിന്നും എക്സിറ്റ് ആവാം. നമ്മൾ സേഫായിട്ട് എക്സിറ്റ് ആവുക എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജിക്ക് നമുക്ക് കൂടുതൽ വിന്നിങ് റേഷ്യോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ ടാർജറ്റുകൾ 1:4 ഒക്കെ കിട്ടുകയാണെങ്കിൽ ചില ഒരു എൻട്രിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് പ്രൈസ് വന്ന് അവിടെ ബൈ എടുത്തതിന് ശേഷം അവിടെ ഒരു സെല്ല് ആണ് കാണിച്ചതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ കോസ്റ്റിലോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ലാഭം എടുത്തുകൊണ്ടോ എക്സിറ്റ് ആവുക. എന്നിട്ട് അടുത്തൊരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്ററൊക്കെ വെച്ചിട്ട് നിങ്ങളെ ചാർട്ടിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കി, നിങ്ങളിത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. ഇതൊരു ബൈ സെല്ല് പറയുന്ന ഒരു റെക്കമെൻഡേഷനായിട്ട് കാണരുത്. എല്ലാവരും സ്റ്റഡി ചെയ്യുക. മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റും, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വിൻ ചെയ്യാനുള്ള സാധ്യതയും വളരെ അധികം തന്നെ കൂടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.